Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഒരു കടയിൽ പോയാൽ നമുക്ക് എന്താ നമ്മൾ നോക്കുന്നത്? ഒന്ന് മെറ്റീരിയൽ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടണം, നമ്മുടെ മനസ്സിന് ചേരുന്നത് അല്ലെങ്കിൽ കണ്ട ഉടനെ തന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന കടയിൽ മേടിക്കാൻ പോകുമ്പോൾ. അതുപോലത്തെയൊക്കെ മെറ്റീരിയലും ക്വാളിറ്റിയും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു, എന്നാൽ ബഡ്ജറ്റ് നമ്മുടെ ഇതിൽ വന്നില്ലെങ്കിൽ അതും നമ്മൾ മേടിക്കത്തില്ല. അപ്പം ഇതെല്ലാം കൂടി വേണം നമുക്കൊരു സാരി ആയാലും ചുരിദാർ ആയാലും എന്തും ആയിക്കോട്ടെ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള സാരീസാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. എല്ലാം കോട്ടൺ ചെക്കോട്ട മെറ്റീരിയൽസിലുള്ള വളരെ ബഡ്ജറ്റിൽ വരുന്നത് 1000 to 1100 റുപ്പീസിൽ വരുന്ന വളരെ മിനിമം വർക്ക് ചെയ്ത് എന്നാൽ അതിൽ കാണാനുണ്ട്, അത്യാവശ്യം കാണാനുള്ള രീതിയിലുള്ള വർക്ക് ചെയ്തിരിക്കുന്ന സാരീസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമുക്ക് ഓരോ സാരീസ് കണ്ടു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് 1000 to 1100 റുപ്പീസിലത്തെ സാരീസാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു പിങ്ക് കളർ സാരി കണ്ടു നോക്കാം. അപ്പം ആദ്യം തന്നെ ഒരു പിങ്ക് കളർ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ടർക്കോയ്സ് ബ്ലൂ കളർ ത്രെഡ് ഇട്ട് ബീഡും വെച്ചിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് വർക്ക് വരുന്നത്. മുന്താണിയുടെ ഒരു സൈഡിൽ ഒരു കുഞ്ഞ് ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മുന്താണിയുടെ രണ്ട് സൈഡിലും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്താണിയുടെ ഈ സൈഡിലും സെയിം ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് മുന്താണിയിലത്തെ ഡിസൈൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഈ ബീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഷുഗർ ബീഡ് പോലത്തെയുള്ള ബീഡാണ്. ഈ ബീഡിൻ്റെ കളർ നമ്മൾ അലക്കിയാലോ തേച്ചാലോ ഒന്നും പോകുന്നതല്ല. പക്ഷെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ബീഡിനൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി റിവേഴ്സ് ഇട്ടിട്ടാണ് തേക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലിൽ കൂടെ അയൺ ബോർഡ് ബോക്സ് കൊണ്ടുപോകാണ്ട് നോക്കുക. അപ്പം ഇതാണ് ഈ രണ്ട് മുന്താണിയിൽ വരുന്ന പാറ്റേൺ. പിന്നെ വരുന്നത് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ തന്നെ സെയിം ഒരു പാറ്റേൺ റണ്ണിങ് പോർഷനിൽ ഇതുവരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. ഇത്രയും ഡിസൈൻസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 3 എണ്ണം, റണ്ണിങ് പോർഷനിൽ 1 എണ്ണം, മുന്താണിയിൽ 2 സൈഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ. അപ്പോൾ മൊത്തത്തിൽ 6 ഡിസൈൻ ആണ് ഉള്ളത്. ഇതുവരെ 6 ഡിസൈൻ ആണ് നമ്മുടെ ഈ സാരിയിൽ വരുന്നത്. ഇതിന് ഈ കളർ ബ്ലൗസ് ഇടുവാണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് നിന്നോളും. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം. പ്രിന്റഡ് ബ്ലൗസസ് ഈ കളർ ടർക്കോയ്സ് ബ്ലൂവിൻ്റെ പ്രിന്റഡ് ബ്ലൗസസ് വല്ലതും ഉണ്ടെങ്കിൽ അതിട്ടാൽ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കളറിൽ തന്നെ ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഈ ഒരു സാരി വരുന്ന റേഞ്ച് 1000 റുപ്പീസാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞു 1000 റുപ്പീസാണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ നമ്മുടെ അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി വരുന്നത് ഓഫ് വൈറ്റ് സാരിയാണ്. ഓഫ് വൈറ്റിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഈ സെയിം റേഞ്ചിൽ തന്നെ വരുന്നതാണ്. മുന്താണി ഇതുപോലെയാണ് വരുന്നത്. മുന്താണിയുടെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു റോസിറ്റി സ്റ്റിച്ചിൻ്റെ ഒരു കുഞ്ഞ് ഡിസൈനാണ്. റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഓഫ് വൈറ്റിൽ വന്നുകൊണ്ട് നല്ല എടുത്ത് നിൽക്കും. അപ്പോൾ മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ ഫുൾ പാറ്റേൺ ഇല്ല, കുറച്ച് കുറവാണ്. ഇത്രയും പോർഷനേ ഉള്ളൂ, താഴത്തോട്ടുള്ളത് ഇല്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഡിസൈനാണ് മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ വരുന്നത്. റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു കുഞ്ഞു ഫ്ലവറാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഫ്ലവറാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ 2 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. 2 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡിസൈൻ ഇല്ല, ഒരു 3 ഫ്ലവർ ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് മുന്താണിയിലെ 2 സൈഡിലും റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈനും പിന്നെ ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഡിസൈനും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും
ഒരു ഡിസൈനുമാണ് ഉള്ളത്. ഇത് വരുന്നത് 1100 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. 1100 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ സാരിക്കാണെങ്കിലും ബ്ലൗസ് ഇടുമ്പോൾ കുറച്ച് എടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ റെഡ് കളർ കോട്ടൺ ബ്ലൗസസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ സാരി മാറ്റി വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. അതൊരു ഡാർക്ക് ഓനിയൻ പിങ്ക് കളർ ഷെയ്ഡിൻ്റെ ഒരു സാരിയാണ്. അതിൻ്റെ അകത്ത് ബ്ലൂ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതും സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയിഡറിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണിയുടെ ഒരു സൈഡിലേ ഉള്ളൂ വർക്ക്. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും ആദ്യം കാണിച്ച പുറത്ത് ഷുഗർ ബീഡാണ് വെച്ചിരിക്കുന്നത്. ഈ ബീഡൊന്നും അലക്കിയാലോ ഒന്നും നമ്മുടെ കളറ് പോകുന്നതല്ല. പക്ഷെ ഒത്തിരി മുറുക്കി വല്ലതും അടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ ചിലപ്പം ബ്രേക്കായി പോവുള്ളൂ, അല്ലാണ്ട് ഇത് കളർ ഫെയ്ഡായി പോകത്തില്ല. അങ്ങനെ ഒരു പേടി വേണ്ട. അപ്പം നമ്മൾ സാരിയൊന്നും കല്ലിൽ അലക്കുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പം കൈകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്തെടുക്കണമല്ലോ ഉള്ളൂ. അപ്പം അങ്ങനെ പൊട്ടിപ്പോകുന്നുള്ള പേടിയും വേണ്ട, കളറ് ഫീഡ് ആവത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ കഴിഞ്ഞ് ഇത് റണ്ണിങ് പോർഷനിലാണ് ഈ ഒരു കുഞ്ഞ് ഡിസൈൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ് ഡിസൈനിങ് ഉള്ളത്. ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത് ഇതുവരെ ഒരു ഡിസൈൻ, പിന്നെ റണ്ണിങ് പോർഷനിൽ കണ്ട ഒരു കുഞ്ഞ് ഡിസൈൻ, പിന്നെ ഒരു വലിയ ഡിസൈൻ, അങ്ങനെയാണ് ഷോൾഡറിൽ വരുന്നത്. അപ്പോൾ ഷോൾഡറിലും ഇതുപോലെ ഇങ്ങനെ രണ്ട് വലുത് നടുക്കൊരു കുഞ്ഞിത്. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും കളർ കോമ്പിനേഷൻ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതും 1000 റേഞ്ചാണ് ഇതിൻ്റെ സാരിയുടെ റേറ്റ്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1000 റുപ്പീസാണ്. ഇനി അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് സാരിയാണ്. ബ്ലാക്ക് സാരിയിൽ നമ്മൾ കടായിക്കമ്മലാണ് ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് കളർ. ഇതിന് കാണിക്കുന്ന എല്ലാ സാരീസിൻ്റെയും ഒരു കളർ കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് കളർ കോമ്പിനേഷനാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബ്ലാക്ക് സാരിയിൽ വരുന്നത്. കടായിക്കമ്മൽ ഇതിൻ്റെ അകത്ത് വൈറ്റ് ബീഡാണ് വെച്ചിരിക്കുന്നത്. നടുക്ക് കുറച്ചും കൂടെ വലിയത് ഷുഗർ ബീഡല്ല, ഒരു മീഡിയം സൈസ് ബീഡാണ് വെച്ചിരിക്കുന്നത്. ഗ്രീൻ ആണെങ്കിലും നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറാണ്, ഗ്രീനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പ്യുവർ ബ്ലാക്ക് ആണ്. വീഡിയോയിൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് പ്യുവർ ബ്ലാക്കിൻ്റെ അകത്ത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് സിംഗിൾ ഫ്ലവർ കടായിക്കമ്മലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിലാണ് നമ്മൾ മുന്താണിയിൽ കണ്ടുപോർത്ത് തന്നെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള സാരീസാണ്. ഇതാണെങ്കിലും കളർ കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് എടുത്ത് നിൽക്കുന്നതായിരിക്കും. ഇതിനും ഒന്നെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് അല്ലെങ്കിൽ ഓറഞ്ച് ബ്ലൗസ് ആണെങ്കിലും പൊക്കോളും. രണ്ടിട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1000 റുപ്പീസാണ് ഇതിൻ്റെയും റേറ്റ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ സാരി കണ്ടു നോക്കാം. അതൊരു വൈറ്റ് ചെക്കോട്ട സാരിയാണ്. അപ്പം അതും ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സാരിയാണ്. അതിൻ്റെ അകത്ത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ കാണിച്ച ഓഫ് വൈറ്റിൽ ഉള്ള റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ പോലെ തന്നെ ഇതും ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു 3 ഫ്ലവർ പാറ്റേൺ തന്നെയാണ്. നമ്മുടെ കടായിക്കമ്മൽ കണ്ടുപോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതിവിടെ 3 ഫ്ലവർ ഉള്ള ഒരു പാറ്റേൺ. സെൻറ്ററിൽ മുന്താണിയുടെ സെൻറ്ററിൽ സിംഗിൾ ഫ്ലവറായിട്ട് കൊടുത്തിട്ടുണ്ട്. മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ 3 ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മുന്താണി നിറച്ചും 2 സൈഡിലും നടുക്കും വർക്കുണ്ട്. റണ്ണിങ് പോർഷനിൽ വീണ്ടും ഇതുപോലെ തന്നെ ഒരു ലോങ് ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈൻ, ഷോൾഡർ പ്ലീറ്റിൽ 2 അല്ല 3 ഡിസൈൻ വരുന്നുണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെയാണ് വരുന്നത്. ഇതുവരെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ഒരു ഡിസൈനാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനും അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗിലും പിന്നെ ഇതിന് രണ്ടിൻ്റെയും സെൻറ്ററിൽ ബാക്കിലായിട്ടും ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ഫ്ലവർ ഡിസൈനാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. അതിനി കാണിച്ചു തരാം. ഇതുപോലെ 3 ഡിസൈനാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനും ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനും സെൻറ്റർ ബാക്കുമായിട്ട് ഇങ്ങനെ വരുന്നത്.
ഇത് കാലിൻ്റെ ബാക്കിലായിട്ട് വരും ഈ ഡിസൈൻ. ഇത് ലെഫ്റ്റ് ലെഗും അത് റൈറ്റ് ലെഗും ആയിട്ട് വരും. അങ്ങനെ 3 ഡിസൈനാണ് നമ്മൾ സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റും 1000 റുപ്പീസാണ്. അപ്പം ഇന്നത്തെ സാരികളിലെ എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഏത് സാരിയാണ് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.